ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് കാന്റർ ഡയഗണലൈസേഷൻ ആർഗ്യുമെൻറ്റ്. സോ നമുക്ക് ഒരു കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സെറ്റിനകത്ത് നമ്മൾ ഇൻഫിനിറ്റി എന്ന് എഴുതുമ്പോഴത്തേനും അവിടെ വരുന്ന വേറൊരു സംഭവം കൂടെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു സെറ്റ് എഴുതുവാണ്. ഓക്കെ, നമ്മൾ ആ എഴുതുന്ന സെറ്റിനകത്ത് നമുക്ക് എന്താണ് ഒരു n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ പുട്ട് ഇറ്റ് ആസ് കൗണ്ടബിൾ സെറ്റ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ കൊടുത്തേക്കുന്ന പോലെ തന്നെ 1 2 3 4 എന്ന് പറഞ്ഞ് ഇറ്റ് ഗോസ് ഓൺ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കൗണ്ടബിൾ ഇൻഫിനിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഞാനൊരു 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 100 നമ്പേഴ്സ്, ഇപ്പോൾ 1 to 100 ഒരു 99 മോർ നമ്പേഴ്സാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, പക്ഷെ ചില ഇൻഫിനിറ്റി കേസസ് ഉണ്ട് വേർ ഇറ്റ് ഈസ് നോട്ട് കൗണ്ടബിൾ. പിടി കിട്ടിയോ? നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കാത്ത കേസസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് ആ കേസ് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 0 and 1 എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഇവിടെ നമുക്ക് 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെന്താണ് കൗണ്ടബിൾ അല്ലേ, ഇതിന് ഇപ്പം എനിക്ക് 0.25 ഉണ്ട്, 0.5 ഉണ്ട്, 0.75 ഉണ്ട് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാലോചിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ 0.10 ഉണ്ട്, 0.11 ഉണ്ട് അല്ലേ, 0.11025113 എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എത്ര നമ്പേഴ്സ് വേണോ 1ൻ്റെ 0ൻ്റെ ഇടയിൽ എനിക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അൺകൗണ്ടബിൾ ഇൻഫിനിറ്റി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ കാന്റർ ഡയഗണലൈസേഷൻ ആർഗ്യുമെൻറ്റിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. അതായത് ഇതിൻ്റെ സൈസ് ഭയങ്കര ലാർജ് ആണ്, ഓക്കെ, ദാൻ ദി നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി എന്താണ്, ഇപ്പോൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റ് കൗണ്ടബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പം അതായത് ഇൻഫിനിറ്റി എലമെൻറ്റ്സ് ഉള്ളതിന് ഒരു അന്ത്യമില്ല, അല്ലെങ്കിൽ അത് കൗണ്ടബിൾ അല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാന്റർ ഡയഗണലൈസേഷൻ ആർഗ്യുമെൻറ്റിൽ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. സോ എന്താണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്, നിങ്ങൾക്കിത് ക്ലിയർ ആവണം. നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അൺകൗണ്ടബിൾ ഇൻഫിനിറ്റി ആണ്. അതായത് 0ക്കും 1ൻ്റെയും ഇടയിൽ, അതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലും എനിക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഒരു എക്സാമ്പിളാണ് 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അത് തെറ്റാണ് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനിലൂടെയാണ്. ഇവിടെ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്, വി ആർ അസ്യൂമിങ് ദാറ്റ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ക്യാൻ ബി ലിസ്റ്റഡ് ഇൻ എ സീക്വൻസ് വിത്ത് സം ഡെസിമൽ എക്സ്പാൻഷൻ ആൻഡ് ദാറ്റ് ഈസ് കൗണ്ടബിൾ. ഒരു സെറ്റ് ഇപ്പം റിയൽ നമ്പേഴ്സ്, ഇപ്പം നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ഭാഗമാണല്ലോ ഏത് 0 and 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു സബ്സെറ്റ് കൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡയറക്ട്ലി മീൻസ് ദാറ്റ് എന്താണ്, ഈ ഒരു റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റും കൗണ്ടബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു സംഭവം ശരിയാണ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യലി അസ്യൂം ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ. ഇപ്പോൾ കോൺട്രഡിക്ഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഒരു റിയൽ നമ്പർ, ഓക്കെ, റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. സോ ലെറ്റ് us just assume that there are a set of real numbers R1, R2, R3, R4, etc. and we are trying to list that out in a sequence ആയിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണ്. ഓക്കെ, സിൻസ് ദീസ് എക്സ്പാൻഷൻസ് ആർ ബിറ്റ്വീൻ 0 and 1, നമ്മൾക്ക് ഈ 4 നമ്പേഴ്സ് എഴുതുമ്പോഴും 0 പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ അതിൻ്റെ ബാക്കി. ഇപ്പം 0.2314, 0.351456 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ എഴുതാം. ഓക്കെ, ഐ എം ജസ്റ്റ് നൗ ലിമിറ്റിംഗ് ദാറ്റ് ടു 4 ടേംസ്. ഓക്കെ, ആദ്യത്തെ എൻ്റെ R1 0 കഴിഞ്ഞിട്ട് D11, D12, D13, D14 ഞാൻ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല 0.215 എന്നൊക്കെ ഉള്ളതായിരിക്കും. ജസ്റ്റ് ഗിവിങ് ഇറ്റ് സം ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ലൈക്ക് D11 ഫസ്റ്റ് നമ്പറിന്. ഇനി R2ന് D21, D22, D23, D24. R3ക്ക് D31, D32, D33, D34. R4ന് D41, D42, D43 ആൻഡ് D44. ഓക്കെ, ഇവിടെ ഈ ഓരോ ഡിജിറ്റും ഇറ്റ് വിൽ ബി സംവെയർ ബിറ്റ്വീൻ
0 and 9 അല്ലേ? അത് ഓരോ ഡിജിറ്റും ഇറ്റ് വിൽ ബി ലൈക്ക് 0 1 2 3 4 5 6 7 8 9 വരെ ഏത് ഡിജിറ്റ് വേണം ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഐ ജസ്റ്റ് അസ്യൂം ദാറ്റ് മൈ R1 is 0.213. അങ്ങനെയാണെങ്കിൽ ഇതെൻ്റെ D11, ഇതെൻ്റെ D12, ഇതെൻ്റെ D13. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു പുതിയ റിയൽ നമ്പർ ഫോം ചെയ്യാണ്. ഓക്കെ, സോ കൗണ്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? കൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ കിട്ടുന്ന പുതിയ റിയൽ നമ്പർ, ഈ ഒരു ന്യൂ റിയൽ നമ്പർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫൈനൈറ്റ് സീക്വൻസ് ആയിരിക്കും അല്ലേ? ഇപ്പം ഞാൻ 2 4 6 8 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ഓക്കെ, ഈ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസിൻ്റെ ഇൻസൈഡിൽ തന്നെ ആയിരിക്കും വരുന്നതെന്നുള്ളത് നമുക്ക് അറിയാം. സോ ഐ എം ടേക്കിംഗ് എ ന്യൂ റിയൽ നമ്പർ R, okay, such that I am expecting this real number to be same as something that I have assumed. Okay, ഇനിയിപ്പം എന്താണ് ഞാൻ ചെയ്യുന്നത്? ഈ ഒരു റിയൽ നമ്പർ ആറിനെ ഞാൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഐ ആം ടേക്കിംഗ് ദ ഡയഗണൽസ് ഓഫ് മൈ പ്രീവിയസ് റിയൽ നമ്പേഴ്സ്. ഇപ്പം ഞാനിവിടെ എന്താണ് ഒരു 2 1 3 4 എഴുതി, 3 2 5 1 എഴുതി, 1 2 3 4 എഴുതി, 4 9 8 0 എഴുതി. ഓക്കെ, സോ വാട്ട് ഇസ് മൈ ന്യൂ റിയൽ നമ്പർ ആർ? 0 പോയിൻറ്റ്, D11 2 ആണ്, D22 2 ആണ്, D33 3 ആണ്, D44 0 ആണ്. ആൻഡ് ദിസ് നമ്പർ ഇസ് നോട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് ഈ ഒരു നമ്പറുമായിട്ടൊരു മാച്ച് ഇല്ല. ഇനി ഞാനിത് പിന്നെയും ഒരു n നമ്പർ ഓഫ് ടൈംസ് ചെയ്ത് കഴിഞ്ഞാലും ദ ന്യൂ റിയൽ നമ്പർ ദാറ്റ് ഐ ഗെറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു പുട്ട് ഇറ്റ് ഇൻ സീക്വൻസ്. സോ അതിൽ നിന്നും എന്താണ് നമുക്ക് പ്രൂവ് ചെയ്തത്? ദ ന്യൂ റിയൽ നമ്പർ ആർ ഇസ് നോട്ട് ഇൻ ദ സെറ്റ്, which means that this contradicts our initial എന്ന അസംഷൻ. അതായത് ഈ ഒരു എന്താണ് റിയൽ നമ്പർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ് എന്നുള്ള അസംഷൻ നമ്മൾ അവിടെ അപ്പാടെ തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓരോ പ്രാവശ്യം, ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു 5-8 പ്രാവശ്യം വേണേൽ ചെയ്ത് നോക്കാം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പുതിയ റിയൽ നമ്പറും പുതിയ നമ്പേഴ്സ് ആയിരിക്കും, നിങ്ങൾക്ക് ഇടയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ചില സമയത്ത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു കണ്ടീഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു കണ്ടീഷനാണ്. അതായത് DII എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഡയഗണൽ എലമെൻറ്റ്സ് എടുക്കാം. ഓക്കെ, ഈ ഒരു ഡയഗണൽ എലമെൻറ്റ്സിനകത്ത് ഇപ്പം യൂഷ്വലി നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോഴത്തേന് ഈ കണ്ടീഷൻ്റെ സാധനം എഴുതിയാൽ മതി. ഇപ്പം നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഡയഗണൽസ് എടുത്ത് വെച്ചാൽ അത് എഴുതണ്ട. ഓക്കെ, അത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം DII 4 ആണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ 4 കൊടുക്കണം, DII 4 അല്ല എന്നുണ്ടെങ്കിൽ 5 കൊടുക്കണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിനകത്ത് എൻ്റെ ഫസ്റ്റ് D11 എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 4, 0.4. ഓക്കെ, D22 എന്ന് പറയുന്നത് 5 ആണ്, ദാറ്റ് ഇസ് എന്താണ് ഇവിടെ 5 ആണ്, സോ 4 കൊടുക്കണം. D33 എന്ന് പറയുന്നത് 9 ആണ്, ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 4. അല്ല സോറി D1 ഇത് 4 തന്നെയാണ് കേട്ടോ. 5 നോട്ട് ഈക്വൽ ടു 4, നമ്മുടെ കണ്ടീഷൻ നോട്ട് ഈക്വൽ ടു 4. ഓക്കെ, 9 നോട്ട് ഈക്വൽ ടു 4. ഇത് ഈക്വൽ ടു 4 ആണ് അല്ലേ? ഈക്വൽ ടു 4 ആണെങ്കിൽ ദിസ് കണ്ടീഷൻ 5. സോ ദിസ് ഇസ് അവർ ന്യൂ റിയൽ നമ്പർ. ഈ ഒരു ന്യൂ റിയൽ നമ്പർ, അതായത് വിത്ത് റെസ്പെക്ട് ടു കണ്ടീഷൻ നമ്മൾ ഫ്രെയിം ചെയ്തേക്കുന്ന ആ ന്യൂ റിയൽ നമ്പർ ലിസ്റ്റ് നോക്കി നമുക്കുണ്ടോ? ഇല്ല. സോ ഇറ്റ് കാൺ ബി എ പാർട്ട് വിത്ത് ഒറിജിനൽ സീക്വൻസ്, സെൻസ് ഇറ്റ് കോൺട്രഡിക്ട്സ്. സോ നിങ്ങൾ നേരത്തെ ഈ മെയിലിൽ പറഞ്ഞ എക്സാമ്പിൾ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ. പേപ്പറിൽ എഴുതുമ്പോഴത്തേനും പ്ലീസ് നോട്ട്, പേപ്പറിൽ എഴുതുമ്പോൾ കണ്ടീഷൻ ഉള്ളത് എടുത്തെഴുതുക. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അങ്ങനെ ഫോം ചെയ്യുന്ന പുതിയ റിയൽ നമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.